വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി അതരത്തിൻ യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾ തോറും ഭാരം ചുമന്നു. ഹൃദയത്തിനാഗ്രഹം നൽകി അതരത്തിൻ യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾ തോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാൽ വീണ്ടെടുക്കപ്പെട്ട സംഘം പ്രഭുവിന് സ്തുതി മുഴക്കും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാഹളധ്വനിയാൽ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നണയുമ്പോൾ തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാഹളധ്വനിയാൽ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നണയുമ്പോൾ പൊടികളിൽ ഉറങ്ങും ചിലർ നിത്യതയ്ക്കായിട്ടുണരും. നാദാ കർത്താവേ വരണേ, ആമേൻ നീ വേഗം വരണേ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ആമേൻ. Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. Hallelujah. 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 അതിമനോഹരമായ ഒരു ഗാനം പാടി കേൾക്കാൻ ഇടയായല്ലോ. പ്രിയ മീനു പ്രിൻസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചതിനു ശേഷം പ്രിയമുള്ള ഒരു പാട്ട് കൂടെ പാടും. നമുക്ക് ദൈവസന്നിധിയിൽ നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ചിക്കാഗോയിൽ നിന്ന് നമ്മോടൊന്നിച്ചെന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ബാബു മാത്യു പാസ്റ്റർ. ഓക്കെ, ബാബു മാത്യു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് സൂമിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ദാസന്മാരെയും ദൈവജനത്തെ എല്ലാം വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന്റെ തൃശ്ശൂർ സെന്ററിന്റെ
ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു, വന്ദനം പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, 1-2 രോഗികൾ ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ സ്ഥിരം പങ്കെടുക്കുന്ന പ്രിയ ഷാജി സഹോദരി, ജോയ്പോൾ സഹോദരന്റെ വൈഫ് ഷാജി സഹോദരി ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ ആണ് ഉള്ളത്. ഒരു ഓപ്പൺ സർജറി ആയിരുന്നു. കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. മണ്ണുത്തി ചർച്ചിലുള്ള ബേബി ആന്റി കഴുത്തിന് വളരെ വേദനയായിട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു. വൈകുന്നേരം പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രിയാന്റി ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വയനാട്ടിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഷിപ്പിൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്നു. ദൈവം ഒരു വലിയ അത്ഭുതം. 3 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. വീൽ ചെയറിൽ ഇരിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നൊക്കെ ഒരു വലിയ മാറ്റം കർത്താവ് നൽകട്ടെ. രോഗികളായി കഴിയുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് സൗഖ്യമാക്കട്ടെ. പ്രിയാണ്ടോസ് പാസ്റ്റർ ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് ലഭിക്കാൻ കൂടി വന്ന എല്ലാവർക്കും അത് ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു ഈ അവസരത്തിൽ പ്രാർത്ഥിക്കും. നമുക്ക് ചേർന്ന പ്രാർത്ഥനയിലെ ജാഗരിക്കും. ആമേൻ. പ്രിയ പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് നല്ലൊരു സാവകാശം തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഏത് സമയത്തും കൃപാസനത്തോളം അടുത്ത് വന്നിരുന്നുകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നതോർത്ത് സ്തോത്രം കർത്താവേ. ഇന്ന് രാവിലെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ അമ്മേ കർത്താവിനെ ഒന്നുകൂടെ ഉയർത്തുവാൻ, അവന്റെ ജയക്കൊടി ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് ഓർത്ത് സ്തോത്രം കർത്താവേ. ആമേൻ കർത്താവേ, സ്തോത്രം. ഇങ്ങനെ അനേകർക്ക് അനുഗ്രഹമായി ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ കൂട്ടായ്മ തീരുന്നതോർത്ത നന്ദിയോട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആമേൻ. ഇന്ന് വചനം സംസാരിക്കുന്ന നിന്റെ ദാസനെ ഞങ്ങൾ ഒന്നിച്ച് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യമായ ദൈവത്തിന്റെ മഹിമ വെളിപ്പെടുവാനിടയായി തീരണം. ആമേൻ. പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ നിന്റെ ദാസനെ വീണ്ടും നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അനേക ആളുകൾക്ക് കർത്താവേ ആമേൻ ആത്മീയ പ്രചോദനം നൽകിയ നിന്റെ ദാസനെ ഇന്ന് പകൽ സമയവും കർത്താവ് അമ്മേ സ്തോത്രം സ്തോത്രം പ്രാഗൽഭ്യത്തോടെ സംസാരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങൾക്ക് വേണ്ടതായ ദൈവീയാലോചന തന്ന് കർത്താവ് ഞങ്ങളെ മാനിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ചാട്ട് കർത്താവെ. അമ്മേ കർത്താവെ, രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമേൻ അമേൻ. സ്തോത്രം. സർജറിയിലായിരിക്കുന്ന ആ സഹോദരിക്കായ സ്തോത്രം. ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യം അവിടെ ഇറങ്ങണം. നിന്റെ വചനത്തിനകത്ത് സ്തോത്രം സൗഖ്യമുണ്ടല്ലോ, വിടുതലുണ്ടല്ലോ. ഗിലിയാദിലെ തൈലം, ഗിലിയാദിലെ വൈദ്യൻ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഓർത്ത സ്തോത്രം കർത്താവ്. അത്ഭുതകരമായ ഒരു വിടുതല് മിനി ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവെ അവിടെ കേട്ടു എന്ന് അറിഞ്ഞു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കരുത്തിന് വേദനയുള്ള സ്തോത്രം ആ സൗകര്യക്കായി സ്തോത്രം കർത്താവ്. നിന്റെ അദൃശ്യമായ കരം അവിടെ വെച്ച് നിന്റെ സൗകര്യ കർത്താവെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. രോഗികളായിരിക്കുന്ന അനേകർ കർത്താവെ സ്തോത്രം വിവിധ സഭകളിലെ ദേശങ്ങളിലുണ്ടല്ലോ. സൗഖ്യദായകൻ നീ മാത്രമാണെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവം ഒരു അത്ഭുതത്തിന്റെ പ്രവൃത്തി ചെയ്തെടുത്താട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം സ്തോത്രം. വീണ്ടും കർത്താവിന്റെ ദാസനെ ശക്തിയോടെ ഇന്നെടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. അത് കേൾക്കുന്ന ഞങ്ങൾക്ക് ഒരു വിടുതലും അനുഗ്രഹമായി മാറട്ടെ. രോഗികൾ സൗഖ്യമായി മാറട്ടെ. ബന്ധനത്തിൽ ഇരിക്കുന്നവർ പുറത്തു വരട്ടെ കർത്താവ്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ ഇടയായി തീരട്ടെ. വചനത്തിന്റെ ശക്തി അതിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടുകൂടി സംസാരിച്ച്
ജനം രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് നിറയുവാൻ ഇടയായി തരണം. കൃപയിൽ നീ പൊതിയണം കർത്താവേ. ലീഡ് ചെയ്യുന്ന ദേവദാസനായ സ്തോത്രം കർത്താവ് അനുഗ്രഹിച്ചാട്ട, സഭയെ അനുഗ്രഹിച്ചാട്ട, മഹത്വം മാനവും അങ്ങെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, സ്തോത്രം. സകലേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു പാസ്റ്ററെ. എല്ലാ വിഷയവും ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സിസ്റ്റർ മീനു പിങ്സ് ഒരു പാട്ട് കൂടെ പാടും. പാട്ട് പാടിയാട്ടോ. Praise Lord. Praise the Lord. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ
വളരെ മനോഹരമായ ഗാനങ്ങൾ പാടി കേൾക്കാനിടയായല്ലോ. ഗാനം ആലപിച്ച പ്രിയ മീനു പ്രിൻസിനോടുള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം നാം ദൈവജന കേൾവിക്ക് വേണ്ടി സമയം വർദ്ധിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ 29ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. സർദീസ് സഭയോടുള്ള ദൂത് വളരെ വിശദമായി നമ്മെ പഠിപ്പിക്കാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചല്ലോ. ഇന്നത്തെ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമാക്കട്ടെ. ഞങ്ങൾ വളരെ സ്നേഹത്തോടെ പ്രിയ സീരിയസ് പാസ്റ്ററെ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലീന വന്നിട്ടുണ്ടോ? ഓക്കെ. രാത്രികാലം നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. പാസ്റ്റർ കുരീച്ചനെ ഓർത്ത് സ്തോത്രം, CBI സക്രിയാച്ചാനെ ഓർത്ത് സ്തോത്രം, എല്ലാ ദൈവദാസന്മാരെയും തോമസ് ജോർജ് പാസ്റ്റർ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് ഇന്ന് രാത്രികാലമായിരിക്കാൻ, ഇവിടെ പകലാണ്, അവിടുത്തെ തൃശ്ശൂർ വെച്ചാണെങ്കിൽ പറയാണ് രാത്രികാലം നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മീനു പ്രിൻസിന്റെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ നമുക്ക് അനുഗ്രഹമായിരുന്നു. ദൈവം തന്റെ മകളെ സഹായിക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മീനു പ്രിൻസ് പാട്ടിൽ സഹായിക്കാറുണ്ട്. പുതുപ്പള്ളി അച്ഛൻ്റെ മകളാണ്. പൈതലിനെ ഓർത്തും ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ചിക്കാഗോയിൽ കുടുംബമായി താമസിക്കുന്നു. നമുക്ക് വേദവാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ലീന വായിക്കും. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്നു കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ 5 സഭകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്. ഇനി 2 സഭകളെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാൻ തക്കമുള്ളത്. അത് കഴിയുമ്പോൾ ഈ സഭായുഗത്തോടുള്ള ബന്ധത്തിലുള്ള ആ വിഷയം നമുക്ക് തീരുമാനം തക്കവടിയായി തീരും. 2-3 അധ്യായങ്ങൾ സഭായുഗം അല്ലെങ്കിൽ കൃപായുഗത്തിലെ വിഷയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ആസിയയിലുള്ള 7 സഭകൾ, തുർക്കിയിൽ, ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ സഭയുടെ ആരംഭം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയുള്ള 7 കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 7 സഭകൾ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മൾ അല്പം വിശദീകരിച്ചാണ് പഠിക്കുന്നത്. 2-3 അധ്യായങ്ങളെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ തീർന്നു പോകുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ എല്ലാ ഭാഗങ്ങളും പിടികിട്ടുന്നില്ല. ഒരു കോണ് പോലും വിടാതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫിലദൽഫിയ സഭയെ കുറിച്ചാണ്. കാരണം ഈ ക്ലാസ് കുറച്ചാൾ ഇങ്ങനെ നീണ്ടു നിൽക്കുമല്ലോ. ഏതെങ്കിലും സമയത്ത് ഇനിയും പാസ്റ്റർ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ വേറൊരാളിനെ അറേഞ്ച് ചെയ്യട്ടെന്ന് പറയുന്നതിനും വരെ ഈ ക്ലാസ് ഞാൻ മടി കൂടാതെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ അനേക സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ദൈവം ഇതുവരെയും ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. ഇവിടെ വായിക്കുന്നത് ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം വേദ പണ്ഡിതന്മാർ നിർണയിച്ചിരിക്കുന്നത് AD 1750 മുതൽ 1900 വരെയുള്ള കാലയളവിൽ അടങ്ങിയിരിക്കുന്ന സഭയുടെ
സ്വഭാവ വിശേഷണത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഫിലദൽഫിയ സഭ. ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നുള്ളതാണ്. സഹോദര സ്നേഹം. ഈ സഭ വളരെ സഹോദര സ്നേഹമുള്ള ഒരു സഭയായിരുന്നു. രണ്ട് സഭകൾക്ക് കുറ്റം ചൂണ്ടിക്കാണിക്കുന്നില്ല. അത് കുറ്റം ചൂണ്ടിക്കാണിക്കാത്ത ഒരു സഭ എന്ന് പറയുന്നത് ഒന്ന് സ്മുർണ സഭയാണ്. അവരുടെ ജീവിതത്തിലെ കുറവ് അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അതുപോലെ ഈ ഫിലദൽഫിയ സഭയ്ക്കും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് ഈ ഭാഗത്തെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാമോ? അതേ വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ ഉള്ളവനുമായിട്ടാണ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ വിശുദ്ധിയിൽ നിന്ന ഒരു സഭയാണ് ഫിലദൽഫിയ സഭ. സഹോദര സ്നേഹത്തിൽ നിലനിന്ന ഒരു സഭയാണ്. ഈ പട്ടണം ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. അവിടെ പല പ്രാവശ്യം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂകമ്പങ്ങളാൽ തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ വീണ്ടും അത് തിബിരിയോസിന്റെ കാലത്ത്, റോമൻ ചക്രവർത്തിയായിരുന്ന തിബിരിയോസിന്റെ കാലത്ത് ആ പട്ടണത്തെ വീണ്ടും പുതുക്കി പണിതായിട്ട് ചരിത്രം വിളിച്ചറിയിക്കുന്നു. ഇപ്പോൾ മുസ്ലിമുകള് അല്ലെങ്കിൽ തുർക്കികൾ ഈ പട്ടണത്തെ പിടിച്ചെടുത്തതിന് ശേഷം തുർക്കി രാജ്യം ഇപ്പോൾ മുസ്ലിമുകളുടെ കൈവശമാണല്ലോ. അപ്പോ അവരത് പിടിച്ചെടുക്കിയതിന് ശേഷം ഇപ്പോൾ ഈ പേര് അവിടെ മാറ്റി അവരൊരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് അള്ളക് ഷഹർ എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തിരിക്കുന്ന പേര്. എങ്കിലും ആ പേരിനെ സംബന്ധിച്ച് അറിയാവുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോഴും ഫിലദൽഫിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹോദര സ്നേഹമുള്ള ഒരു സഭ, സഹോദര സ്നേഹം 7 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഈ ഫിലദൽഫിയയുടെ അർത്ഥത്തിൽ സഹോദര സ്നേഹം എന്ന് 7 പ്രാവശ്യം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതില് ചില വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ചങ്ങ് പോയാല് എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. റോമാലേഖനം 12:10 ഒന്ന് വായിച്ചു. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവേൻ. ഫിലദൽഫിയ എന്നുള്ള അർത്ഥത്തിലാണ് സഹോദര സ്നേഹം, സഹോദര പ്രീതി. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സഹോദര പ്രീതിയിൽ നിങ്ങൾ സ്ഥായി പോണ്ട്. അതെ, നമ്മൾ സഹോദര പ്രീതിയിൽ നിലനിൽക്കണം. ആ ഫിലദൽഫിയ എന്നുള്ള ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കണം എന്ന് പറയുന്നു. 1 തെസ്സലോനിക്കർ 4:9. സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിപ്പീൻ. നിങ്ങളെ കുറിച്ച് അതിനെക്കുറിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. സഭയിൽ സ്നേഹമില്ലെങ്കിൽ അവിടെ എന്താണ് വിശേഷം? നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ തമ്മിൽ സ്നേഹമില്ലാത്തൊരു അന്തരീക്ഷം ഒരുക്കി അവിടെ ചെല്ലുമ്പോൾ വഴക്കാം. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ കെട്ടിയാന്നിയാവും. അവിടെ ചെല്ലുമ്പോൾ ഒരു തന്നെ കുത്തിക്കൊല്ലുന്നു. ഇങ്ങനെ നമ്മളിപ്പോ എല്ലാവരും സ്വർഗത്തിൽ പാലിക്കല്ലേ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഈ ഒരു ബഹളമാണെങ്കിൽ, ആകപ്പാടെ അലങ്കോലമാണെങ്കിൽ, ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനമാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നുമോ? ഇത്രയും നാൾ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിച്ച് വലിയൊരു കാഴ്ചപ്പാടോടെ ദർശനത്തോടെ നമ്മൾ എല്ലാവരും സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയും വഴക്കാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ദൈവത്തിന് ഇവിടെ വഴക്കായിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് പോകാൻ തക്കവണ്ണം ഒരു നല്ല ദേശം കൈവശമാക്കാൻ ചെന്ന സ്ഥലത്തും അതുപോലുള്ള ഒരു അനുഭവമാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ അവിടെ ചെല്ലുവാൻ തക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മളെ സ്നേഹിക്കുന്ന പിതാവുണ്ട്, സ്നേഹിക്കുന്ന പുത്രനുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെയുണ്ട്. അപ്പൊ ആ സ്നേഹമാണ് സ്വർഗത്തെപ്പോഴും സ്നേഹമാണ് നിലനിൽക്കുന്നത്, സഹോദര സ്നേഹം. നമ്മളിങ്ങനെ വായിക്കുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കൃപാവരങ്ങൾ പ്രാപിച്ച ഒരു വ്യക്തി അപ്പോസ്തലനായ പൗലോസ് വഴി വെച്ച് കണ്ടുമുട്ടി. അപ്പൊ അദ്ദേഹത്തോട് വെച്ച്, നിനക്ക് എന്താണ് കൃപാവരം ഉള്ളത്? എനിക്ക് മലകളെ നീക്കാനുള്ള കൃപാവരങ്ങളുണ്ട്, മലകളെ നീക്കാനുള്ള കൃപാവരമുണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് ചോദിക്കുക, നിനക്ക് ആ വരമുണ്ട്, പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് സ്നേഹമുണ്ടോ? സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അന്യഭാഷ പറഞ്ഞാലും പ്രവചിച്ചാലും എന്തെല്ലാം കാട്ടിക്കുട്ടിയാലും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സകല വരങ്ങളുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവത്തിന് അപ്പം സ്നേഹമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും സ്നേഹമാണ്. എന്നോട് നമ്മുടെ ഈ സഭയിലുള്ള ചില പ്രിയപ്പെട്ടവരും എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരും വിളിക്കുമ്പോൾ എന്ത് പറയും? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭാഷ നമുക്കെല്ലാം ഒന്നിച്ചിരിക്കണം എന്ന് പറയും. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്ന നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരിക്കണം എന്ന്. നമ്മൾ ഈ
പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു, നമ്മളും സ്വർഗത്തിൽ ചെല്ലും എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണ് നിങ്ങളുടെ ചിരിയൊക്കെ കാണുമ്പോഴേ. അന്തസ്വാസേ പരിച്ചമ്പാസേ എന്നൊക്കെ പറഞ്ഞുള്ള വിളിയും ആ സന്തോഷം നമുക്ക് ഒന്നിച്ചിരിക്കാൻ വേണം ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആരെ കാണാൻ ആഗ്രഹിക്കുന്നത്? എന്ത് കാണാനാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനം കാണാനാണോ? അല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടി വന്ന് ചേർത്തോളും. നമുക്ക് സ്ഥലം ഒരുക്കുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ യേശുവിനെ ഒന്ന് കാണുക എന്നുള്ളതാണ്. കാരണം കാൽവരിയിൽ സ്നേഹം വെളിപ്പെടുത്തിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം സ്നേഹം തന്നെ എന്നുള്ള ആ ആപ്തവാക്യം കുറിച്ചു വെച്ചത് യോഹന്നാൻ അപ്പോസ്തലനാണ്. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുക. ന്യായപ്രമാണം വളരെ കഠിനമായിരുന്നപ്പോൾ അതിൽ കൂടെ പോകാൻ തക്കണം ഒക്കാതെ വന്നപ്പോ ഇന്നത്തെ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ ബൈബിൾ എടുത്തുകൊണ്ട് വന്നാൽ മതി. ഇപ്പം ബൈബിൾ എടുക്കാറില്ല, എല്ലാവരും ടെലഫോണും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാൽ പഴയ നിയമകാലത്താണെങ്കിൽ നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഒരു കാളെ പിടിച്ചോണ്ട് പോകണം. ചില നമ്മൾ ഇന്നാർ ചോദിച്ചു ചങ്ങനാശ്ശേരി വഴി ഒരു കാളെ പിടിച്ചോണ്ട് നമ്മളെല്ലാവരും ആരാധനയ്ക്ക് ഓരോരുത്തരും ഒന്നിൽ ആട് അല്ലെങ്കിൽ പ്രാക്കുഞ്ഞുങ്ങള് എന്തൊരു അലങ്കോലമായിരിക്കും. പഴയ നിയമകാലത്തെ ആരാധന അങ്ങനെയായിരുന്നു. എന്നാൽ ആ ന്യായപ്രമാണം നുഖത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ രാജ്യത്തിലാക്കി ആ സ്നേഹം നമുക്ക് അനുഭവിപ്പാൻ ആ വിടുതൽ, ആ നുഖത്തിൽ നമുക്ക് വിടുതൽ പ്രാപിച്ച് എത്ര സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തൊക്കെ കടന്നു വരും. ചിലരൊക്കെ ബൈബിൾ എടുക്കാതെ ഇങ്ങനെ കൈ വീശി വരുന്ന കാണുമ്പോൾ സങ്കടം വരും. അവർ പിന്നെ യോഗത്തിന് വന്നിട്ട് ഇങ്ങനെ ഞെക്കാണ്. നമ്മൾ ഓർക്കും ബൈബിൾ വായിക്കാണ്. ബൈബിളൊന്നും വായിക്കല്ല, അവർ വേറെ പരിപാടികളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മാറി നമ്മുടെ ദൈവിക സ്നേഹം അനുഭവിച്ച് നമ്മുടെ സഭയിൽ സ്വർഗം വെളിപ്പെടുത്തക്കോണം സ്നേഹത്തിൽ വായിക്കുന്നു. വിശ്വാസത്താൽ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇപ്പം തന്നെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ആ സന്തോഷം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം നമുക്ക് അനുഭവിപ്പാൻ തക്ക ഇടയായിത്തീരണം. എബ്രായർ ലേഖനം 13-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, ആ സ്നേഹം നിലനിൽക്കട്ടെ. ഫിലദൽഫിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹോദരപ്രീതി, സഹോദര സ്നേഹം എന്നാണ്. അവിടെ നമ്മൾ ഫിലദൽഫിയ എന്നുള്ള പദം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സഹോദര പ്രീതി നിലനിൽക്കട്ടെ 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 1:22. എന്നാൽ സത്യം അനുസരിക്കാൻ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ സ്നേഹിപ്പേ. ഉറ്റ സ്നേഹിപ്പേ. സഹോദര പ്രീതിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭകളിലെ, നമ്മുടെ കുടുംബത്തിലെ സ്നേഹമില്ല എങ്കിൽ എന്തു ചെയ്യും ദൈവമക്കളെ? ഒരു കുടുംബമാണെങ്കിൽ മക്കൾ ഒരു വഴി, ഭാര്യ ഒരു വഴി, ഭയങ്കര ബഹളമാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മൾ പൗലോസ് പറയുന്നത് സഹോദര പ്രീതി നിലനിന്നുകൊണ്ട് ഉറ്റു സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളും ഇറങ്ങിച്ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. ഈ ചില സാധുക്കളുടെ കുടുംബമുണ്ട്, അവർക്ക് പട്ടിണിയാണ്. പക്ഷെങ്കിൽ എന്റെയൊക്കെ ചെറിയ കാലത്തിലെ സാധുക്കളായിരിക്കുന്ന ചിലരുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് അങ്ങോട്ട് കത്തിച്ചു വെച്ചുകൊണ്ട് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നു. എന്തൊരു സമാധാനമാണെന്ന് അറിയാമോ? എന്നാൽ പണക്കാരായ പല ഭവനങ്ങളിലും പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ഭയങ്കര ബഹളമാണ് അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഉറ്റു സ്നേഹിപ്പീൻ. 2 പത്രോസ് 1:7 2 പ്രാവശ്യം സഹോദര പ്രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭക്തിയോട് സഹോദര പ്രീതിയും സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. കണ്ടോ? 2 പ്രാവശ്യം സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സഹോദര പ്രീതി നിലനിൽക്കണം. 7-ാമത് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെയാണ്. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക സഹോദര പ്രീതി. തിരുവചനത്തിൽ ഈ സ്നേഹം, ഈ പ്രീതി, അതാണ് ഈ ഫിലദൽഫിയ സഭ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കൊരു കുറ്റം ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ പോയത്. ഈ സഭയിൽ വളരെയേറെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിൽക്കുന്ന ഒരു സഭയാണ്. ഇനി കർത്താവ് അവിടെ പ്രത്യക്ഷപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അതിന്റെ 7-ാമത്തെ വാക്യാണ് മുഖവര. ഞാൻ ഓരോ ഭാഗങ്ങളും അത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിന്റെ വിഭജനം ഞാൻ പറയാം. 7-ാമത്തെ വാക്യമാണ് അതിന്റെ മുഖവര. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് വായിക്കുന്നത്? സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അവിടെ നമുക്ക് അല്പസമയം നിൽക്കണം. ദൈവത്തിന്റെ ലക്ഷണങ്ങളാണ് വിശുദ്ധിയും സത്യവും എന്നുള്ളത്. വിശുദ്ധിയും സത്യവും തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ വിശുദ്ധിയും സത്യവും ദൈവത്തിന്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. നമ്മുടെ കർത്താവ് യേശുവും പരിശുദ്ധനാണ്. ദൈവിക ലക്ഷണങ്ങളിൽ
അതേ നമ്മുടെ പുത്രനും കൊടുത്തിരിക്കുന്നു. നമ്മുടെ പുത്രനും അതേ ഈ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സത്യദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണല്ലോ ലൂസിഫർ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ലോകത്തിന്റെ ആധിപത്യം മൊത്തം അവന് കൊടുത്ത വേളയിൽ അവൻ ആ വിശുദ്ധ പർവ്വതത്തിലേക്ക്, ആ വടക്കു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ആ ആഴം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നിച്ചിരിക്കുന്ന ആ വിശുദ്ധ പർവ്വതത്തിലേക്ക്, ആ വടക്കു ഭാഗത്തേക്ക്, ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിലേക്ക് ലൂസിഫർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? അവനും അവരിൽ ഒരുവനെ പോലെ ആകണം എന്നാണ് ആഗ്രഹിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് സമനാകും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും കൂടെ ചേർന്നാണ് ദൈവം, ഏകദൈവം. പക്ഷെ മൂന്ന് ആളത്വങ്ങൾ, ഏക ദൈവത്വം, ഏകത്വം സ്ഥിതി ചെയ്യുന്നു. ആ ഒത്തൊരുമ, ആ സ്നേഹം, ആ മൂന്ന് പ്രവർത്തനങ്ങൾ, ദൈവത്തിൽ കൂടി നടക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു എന്നാണ് വായിക്കുന്നത്. ദൈവം അവന് കൊടുക്കേണ്ട പദവികളെല്ലാം കൊടുത്തതാണ്, അവന് കൊടുക്കേണ്ടതായ ഉയർച്ച എല്ലാം കൊടുത്തതാണ്, അവനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അവൻ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ഈ ലോകത്തിന്റെ ആധിപത്യത്തിൽ ഇരിക്കുന്നത് പോരാ, എനിക്ക് അത്യുന്നതനോട് സമനാകണം. അതാണ്, അത്യുന്നതനോട് ഞാൻ സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ ചിന്തിച്ചത്. അവനും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ പോലെ നാലാമത് ഒരുത്തനായി അവർക്ക് സമനായിട്ട് ഇരിക്കാൻ തക്കണമാണ് അവൻ ആഗ്രഹിച്ചത്. അതാണ് അവന്റെ ചിന്ത വന്നത്. അതനുസരിച്ചാണ് അവൻ കയറി ദൂതന്മാരുടെ ഇടയിൽ ഒരു പ്രചരണം നടത്തി അവരെയും കൂട്ടി, ഞാൻ മേഘമണ്ഡലങ്ങൾക്ക് മീതെ കയറും, ഞാൻ നക്ഷത്രങ്ങൾക്ക് മീതെ കയറും, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തെ ഒപ്പം വെക്കും, അത്തനോട് ഞാൻ സമനാകും എന്നവൻ ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് ദൈവം ദൂരവേ എന്ന് കണ്ടുകൊണ്ടാണ് അവനെ വെട്ടി താഴെയിട്ടത്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയും അതേ സത്യവും ദൈവിക ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിക്കാം കർത്താവിന്റെ വിശുദ്ധിയെ കുറിച്ച്. യെശയ്യാപ്രവചനം 6:3 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വായിച്ചേ. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ദൂതന്മാരുടെ സാറാപ്പുകളുടെ ആരാധനയാണ് കാണുന്നത്. ആ സാറാപ്പുകളുടെ ആരാധനയിൽ അവർ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? ഉസ്സിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നിന്നു. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. അവർ രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മറച്ചു, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തട്ടസിച്ചു. പിതാവായ ദൈവം പരിശുദ്ധൻ, പുത്രനായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധാത്മാവാം ദൈവം പരിശുദ്ധൻ. ചില ചോദിക്കും 3 ദൈവങ്ങളുണ്ടോ? 3 ദൈവങ്ങളില്ല. ഏക ദൈവത്തിൽ 3 ആളത്വങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മനുഷ്യ വേഷമെടുത്ത് ആ മനുഷ്യ മുഖം, ആ മനുഷ്യത്തിന്റെ ഇപ്പോഴും ആ ലക്ഷണത്തിലാണ് കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നത്. കാരണം അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യ വേഷമെടുത്തതാണ്. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആണിപ്പഴുതേറ്റ കരത്തിൽ ആ മുറിപ്പാടുകളുണ്ട്, അവന്റെ വിലാപ്പുറത്ത് ആ മുറിപ്പാടുകളുണ്ട്. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്റെ മെടുക്കൊണ്ടാണ് ഞാൻ ഈ സ്വർഗത്തിൽ വന്നെന്നും പറഞ്ഞ് ഒരുത്തനോട് അഹങ്കരിക്കാൻ ഒക്കത്തില്ല. ഞാൻ PhD എടുത്തോണ്ട് അവിടെ വന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെ പറഞ്ഞാൽ കർത്താവിന് കാണിക്കാനുള്ള കരമ. മകനെ നീ ഇത് കണ്ടോന്ന് ചോദിക്കും. കാരണം അത് കാണുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ തക്കണൊക്കത്തില്ല. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇവിടെ സാറാപ്പുകൾ പാടുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 2 വാക്യോട് വായിക്കാം. യെശയ്യാ 40:25 വായിച്ചു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്നെ ആരോട് തുല്യനാക്കും? ഞാൻ ആരോട് സമനാകും? നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റും എന്ന് പരിശുദ്ധനായ ദൈവം അരുളി ചെയ്യുന്നു. ദൈവം പരിശുദ്ധൻ. 43:15 ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. ഞാൻ പരിശുദ്ധനായ യഹോവയാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില വാക്യങ്ങൾ വായിച്ചു വിടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധി. ഈ ഫിലദൽഫിയ സഭയ്ക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വിശുദ്ധനും സത്യവാനും. യേശുക്രിസ്തുവിന്റെ ജന്മത്തിങ്കൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഞാൻ വാക്യം പറഞ്ഞു വിടുകയാണ്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവ് ജനിച്ചപ്പോഴേ
ആ യേശുവിനെ കുറിച്ച് പറയുന്നത്, മറിയോട് പറയുന്നത്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ യേശു ക്രിസ്തു വിശുദ്ധനായി തന്നെയാണ് ഈ ലോകത്ത് ജനിച്ചത്. യേശു ക്രിസ്തു പരീശന്മാരോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാം? വേശ്യാപുത്രൻ എന്നൊക്കെ അവർ പറയുന്നു. നിങ്ങൾക്ക് ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാം? ഒരൊറ്റ കുഞ്ഞിന് യേശുവിനെ തൊടാൻ തക്കണത്തില്ല. അത്രമാത്രം വിശുദ്ധനായി ജനിച്ചു, വിശുദ്ധനായി ജീവിച്ചു, വിശുദ്ധനായി സ്വർഗത്തിലേക്ക് കടന്നുപോയി. യേശുവിന്റെ മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് 16-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, മരിച്ചു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ ശരീരം അടക്കി 3-ാം ദിവസം ആ ശരീരം ഉയർത്തെഴുന്നേറ്റു. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. 1 പത്രോസ് 1:15 വായിക്കുന്നു, നിങ്ങളെ വിളിച്ച വിശുദ്ധൻ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. എല്ലാ നടപ്പിലും, നമ്മൾ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ വിശുദ്ധനാണ് എന്ന് യഹോവ പറഞ്ഞിരിക്കുന്നു. ദൈവം തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വിശുദ്ധനാണ്. എബ്രായർ 7:26 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം ഒന്നുകൂടെ ഞാൻ പറയട്ടെ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. അതേ 1 പത്രോസ് 2:22 വായിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്ര വലിയ സാക്ഷ്യമാണ്. ശമരിയിൽ അതേ യേശു കടന്നു ചെന്നപ്പോൾ ശമരിയക്കാരത്തെ സ്ത്രീയായിട്ട് സംസാരിക്കുന്നത്, ആഹാരം വാങ്ങിക്കൊണ്ട് വന്ന ശിഷ്യന്മാർക്ക് ആദ്യം എന്തിനാണ് അതേ ഒരു ജാതി സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നല്ലോ എന്നൊരു മനസ്സിലേക്ക് അവർക്ക് പെട്ടെന്നൊരു ഇത് വന്നു. എന്നാൽ അവനോട് ഒന്നും ചോദിക്കാൻ അതേ തുനിഞ്ഞില്ല. ഗുരു ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചാലെന്ന് പറഞ്ഞപ്പോൾ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. 1 പത്രോസ് 1:16 നമ്മൾ വായിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശു വിശുദ്ധനായിരിക്കുന്ന പോലെ അതേ നമ്മളും വിശുദ്ധി പാലിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിശുദ്ധി അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധനായിരുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവൻ വിശുദ്ധിയിൽ മഹിമയുള്ളവൻ. 111-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം, അവന്റെ നാമം വിശുദ്ധിയും ഭയങ്കരവുമാകുന്നു. ആ ഭയങ്കരം എന്നുള്ള സ്ഥാനത്ത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന റബറന്റ് എന്നാ കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് റബറന്റ് എന്നുള്ള പദമൊക്കെ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അവന്റെ നാമം വിശുദ്ധിയും ഭയങ്കരവുമാകുന്നു. പിന്നെ 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ആഗ്രഹിക്കുന്ന നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്ന് പറയുന്നത് 3 ഇഷ്ടമാണ് ദൈവത്തിനുള്ളത്. 1, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ വായിക്കുന്നു. പിന്നെ ഇവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അത് ദൈവത്തിന് ഇഷ്ടം. നമ്മളെല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കണം, അഴുക്ക് പറ്റാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. പിന്നെ 1 തെസ്സലോനിക്കർ 5 അതേ 16-17 വായിക്കുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇങ്ങനെ 3 ഇഷ്ടമാണ്. 1, അവനെ തകർത്തുകളാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. 2, 1 തെസ്സലോനിക്കർ നമ്മൾ വായിച്ചത് 4:3 വായിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. 1 തെസ്സലോനിക്കർ 5:16-17 വായിക്കുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ ക്രിസ്തുവേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ദൈവമക്കളെ, നമ്മുടെ ദൈവ ഇഷ്ടപ്രകാരം വിശുദ്ധരായി ജീവിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 1 തെസ്സലോനിക്കർ 9:4 നമ്മൾ വായിക്കുന്നു, നമ്മൾ നടപ്പിൽ വിശുദ്ധരാകണം. 1 തെസ്സലോനിക്കർ 9:4. 1 തെസ്സലോനിക്കർ 4:5 വായിക്കുന്നു, വിശുദ്ധിയിൽ നാം കാത്തു സൂക്ഷിക്കുക. എബ്രായർ 12:14 വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക. എഫേസ്യർ 4:24 വായിക്കുന്നു, വിശുദ്ധിയിൽ ദൈവാനുരൂപരായി തീരുക. യെസയ്ക്കേൽ 43:12 വായിക്കുന്നു, നിങ്ങളുടെ അതിർത്തി വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക.
എല്ലാം വാക്യം വായിപ്പിക്കാൻ പോയാൽ സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞു വിടുന്നത്. എസെക്കിയേൽ 43:12 നിങ്ങളുടെ അതിർത്തി എല്ലാം വിശുദ്ധിയായിരിക്കണം. ആ 2 കൊരിന്ത്യർ 7:1 ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക. 1 തെസ്സലോനിക്കർ 5:23 ദൈവിക ശുദ്ധീകരണം പ്രാപിക്കുക. സമാധാനത്തിൽ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും അതേ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, വിശുദ്ധീകരണത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിരിക്കുന്നു. എഫേസ്യ ലേഖനം 2:21-22 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. നമ്മുടെ മന്ദിരം നമ്മൾ കാസൂക്ഷിക്കണം, നമ്മുടെ അതിർത്തികൾ കാസൂക്ഷിക്കണം. നമ്മുടെ കർത്താവ് ഫിലദൽഫിയ സഭയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, അവരോട് ദൂതറിയിക്കുമ്പോൾ വിശുദ്ധനും, ഇനി രണ്ടാമത് സത്യവാനും. ഇത് ദൈവിക ലക്ഷണങ്ങളുടെ പേരുകളാണ്. സത്യവാനും നമ്മുടെ കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വായിച്ചേ. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 14-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ പീലിപ്പോസ് പറഞ്ഞു, ആ വഴി ഞങ്ങളെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ തന്നെയാണ് വഴി, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. നോക്കണമേ, കർത്താവിന്റെ ആ ശക്തിയോടുള്ള വർത്തമാനം, ആ ശക്തിയോടുള്ള ദൂത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ 1:44 വായിക്കുമ്പോൾ വചനം വായിച്ചത്, ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് വായിക്കുന്നു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ കർത്താവ് പറയാണ്, ഞാൻ തന്നെയാണ് സത്യം. കേട്ടോ, നമ്മൾ ധാരാളം വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാൻ തക്കനുണ്ട്. എങ്കിലും അതേ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 18:37 പീലാത്തോസിനോട് പറഞ്ഞൊരു വാചകമാണ്. കേട്ടോ, പീലാത്തോസിനോട് പറഞ്ഞൊരു വാചകം, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുവരിക്കുന്നു. എവരോട് പറയാണ്? പീലാത്തോസിന് പറയാണ്, സത്യത്തിന് സാക്ഷിയായി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവിന്റെ ആ സത്യത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്. യാക്കോബിന്റെ ലേഖനം 1:18 ദൈവത്തിന്റെ ന്യായപ്രമാണം സത്യമാകുന്നു. സങ്കീർത്തനം 119, 142 നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. 2 ശമൂവേൽ 7:28 പിതാവിന്റെ അടുക്കൽ എത്തിക്കുന്നതും സാന്ത്വനപ്പെടുത്തുന്നതും ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുത്തുമായ സത്യമായിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വെളിപ്പെട്ടത്. അപ്പൊ നമ്മള് യേശു ക്രിസ്തു ഫിലദൽഫിയ സഭയ്ക്ക് ദൂതറിയിക്കുമ്പോൾ പറയുന്നത്, വിശുദ്ധനും സത്യവാനുമായ, അതേ ദാവീദിന്റെ താക്കോലുള്ളവനുമായവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. കേട്ടോ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലി, നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് വന്നെങ്കിലും തന്റെ ജീവിതം പരിപാവനമായി സൂക്ഷിച്ചു. കേട്ടോ, അവനെ പാപമൊഴിയ സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനാണ്. ആ കർത്താവാണ് ഫിലദൽഫിയ സഭയോട് ദൂതറിയിക്കുന്നത്. ഇനി 3-ാമത്തെ വിഷയം, ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്. ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരത്തെ കാണിക്കുന്നു. മത്തായി 28:18 വായിച്ച്. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ 3 പരീക്ഷകളാണ് വെച്ചത്. ഒന്ന് അപ്പം കൊണ്ടുള്ള പരീക്ഷ, രണ്ടാമത് ദേവാലയത്തിന്റെ ഗോപുരത്തിൽ കയറ്റി കീഴോട്ട് ചാടിക്കാനുള്ള പരീക്ഷ. ഈ പരീക്ഷകളിലെല്ലാം യേശു ജനിച്ചു.
മൂന്നാമത് ചെയ്ത പരീക്ഷ എന്താണെന്നറിയാമോ? ഉയർന്ന ഒരു മലയുടെ മുകളിൽ കൊണ്ട് കയറ്റിയിരുത്തിട്ട് പറഞ്ഞു, ഈ കാണുന്ന എല്ലാം എന്റേതാ, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഞാനിതെല്ലാം നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. സാത്താൻ പറഞ്ഞ കാര്യം സത്യമാണ്. പൗലോസ് പറയുന്നു, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആദാമിന്റെ പാപം നിമിത്തം ഈ ലോകത്തിന്റെ ആധിപത്യം, ഈ ലോകത്തിന്റെ അധികാരം സാത്താന്റെ കൈക്കീഴിൽ വന്നുപോയി. അവന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു പറിക്കുവാൻ തക്കവണ്ണം മാനവജാതിയെയും ഈ ലോകത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് കാൽവരി ക്രൂശിൽ വന്ന് സാത്താന്റെ തലയെ തകർത്തത്. ഒരിക്കൽ സാത്താൻ പറഞ്ഞു, വീണനെ നമസ്കരിക്കാമെങ്കിൽ നീ ക്രൂശ് ചുമക്കണ്ട, അതേ നീ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട, ആണിപ്പെഴുതേറ്റ ആണി കൊണ്ട് നിന്റെ കൈകാലുകളിൽ അടിക്കേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ നീ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം. സാത്താനെ എന്ത് മിടുക്കനെന്നറിയോ? സാത്താൻ പറയും, നീ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം, ഇതെല്ലാം എന്റേതാണ്. ഈ ലോകരാജ്യം അതിന്റെ സകല മഹത്വം കാണിച്ചിട്ട് പറയാണ്, ഈ കാണുന്ന എല്ലാം എന്റേതാ, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കാമെങ്കിൽ ഞാൻ ഇതെല്ലാം നിനക്ക് തന്നെ. കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോ. നോക്കണമേ, ക്രൂശ് മരം എടുക്കാതെ ഈ ലോകത്തിന്റെ ആധിപത്യം കൊടുക്കാൻ തക്കൊണ്ട് സാത്താൻ തയ്യാറാ. ആരാധന ധർമ്മം, ദൈവത്തിന്റെ പുത്രൻ ദൈവം അതേ സാത്താനെ വീണ് നമസ്കരിക്കുന്നു. സാത്താനെ എന്നെ വിട്ടുപോ. യേശു വന്നതിന്റെ ഉദ്ദേശം യേശു നിറവേറ്റി, കാൽവരി ക്രൂശിൽ മരിച്ചു. അതിനുശേഷം യേശു സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും. താക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരത്തെ കാണിക്കുന്നു. നമ്മൾ യെശയ്യാ പ്രവചനം 22-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെക്കും. യേശു ക്രിസ്തുവിന് 4 അവകാശ പേരുണ്ട്. എനിക്ക് പല ഉദാഹരണം പറയുന്നുണ്ട്, പക്ഷേ സമയം. 4 അവകാശ പേരുകളുണ്ട്. 1, അവൻ അബ്രഹാമിന്റെ പുത്രനാണ്. 2, അവൻ ദാവീദിന്റെ പുത്രനാണ്. 3, അവൻ മനുഷ്യപുത്രനാണ്. 4, അവൻ ദൈവപുത്രനാണ്. അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഈ പുത്രൻ എന്നുള്ള നിലയിൽ യേശുവിനെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം. അബ്രഹാമിന്റെ പുത്രൻ, ദാവീദിന്റെ പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ. അവൻ അബ്രഹാമിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ഫലസ്തീൻ നാടിന് അവകാശിയാണ്. അവൻ ദാവീദിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശിയാണ്. അവൻ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ആദാമ്യ ഗോളത്തിന് അവകാശിയാണ്. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ സ്വർഗങ്ങൾക്ക് അവകാശിയാണ്. ക്രൂസിൽ താൻ മരിച്ച് ഉയർത്തെന്നിട്ട് കഴിഞ്ഞപ്പോൾ പറയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ 2 തീമോഥെയോസ് 2:8 വായിക്കുമ്പോൾ, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാൻ തക്കൊണ്ട് സാധ്യമല്ല എന്നാണ് നമ്മൾ വായിച്ചത്. ദൈവം അടച്ച ചില വാതിലുണ്ട്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ അടച്ച ഒരു വാതിൽ പിന്നെ ആൾക്കാർക്ക് തുറക്കാൻ ഒക്കുമോ? അതിലൊന്നാണ് ഉൽപ്പത്തി പുസ്തകം 3:23-24 വാക്യങ്ങൾ. ദൈവം അടച്ചു. ഏദൻ പർദീസയുടെ കവാടം അവൻ അടച്ചു. അതാർക്ക് തുറക്കാൻ പറ്റും? കേട്ടോ, ആദാമിനെ ഹവ്വായെ ഏദൻ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കി വിട്ടതിന് ശേഷം അതവൻ അടച്ചു. നമ്മൾ ഈ വിദ്യാഭ്യാസയുടെ ദൂതി വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നു, ദാവീദിന് താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ ഒക്കത്തില്ല. എന്തിനാണ് അവരെ ഇറക്കി വിട്ടത്? ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് ദൈവം തീരുമാനിച്ചു. അവിടെയും വായിക്കുന്നത്, അനന്തരം നാം ഇറങ്ങിച്ചെന്നാ. നാം മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം, ഉൽപ്പത്തി 3:23 മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവമാണ് അവിടെ സംസാരിക്കുന്നത്.
നാം ഇറങ്ങിച്ചെന്ന് അവർ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. തൃത്വത്തെ കുറിച്ച് എൻ്റെ ഒരു വലിയ പ്രസംഗം, 3-4 പ്രസംഗം ഞാൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. പാസ്റ്റർ CV ആൻഡ്രൂസ് നടിച്ചാൽ അത് കിട്ടും. ഞാൻ പലരുമായിട്ട് യേശുനാമക്കാരുമായിട്ടും അതുപോലെ പലരുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. അവര് എന്നെ കുറിച്ച് ഫ്ലയർ അടിച്ചിറക്കി. യേശുനാമക്കാര് പാസ്റ്റർ CV ആൻഡ്രൂസ് ദുരുപദേശക്കാരനാണെന്ന് പറഞ്ഞ് ഒരു ഫ്ലയറൊക്കെ അടിച്ചിറക്കി. അതെന്റെ ഇരിപ്പുണ്ട്, ആ സൈറ്റിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അവർക്ക് തൃത്വം എന്ന് പറഞ്ഞ വലിയ വിഷമമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ പട്ടാപ്പകൽ പോലെ പ്രകാശിക്കുന്നതാണ് തൃത്വം. അനന്തരം നാം ഇറങ്ങിച്ചെന്ന് മനുഷ്യ നന്മകളെ കുറിച്ച് തിരിച്ചറിയാത്ത നമ്മിടർത്തനെ പോലെ ആയിരിക്കും. നാം ഇറങ്ങിച്ചെന്ന് എന്ന് പറഞ്ഞ് അതേ ഇനി അവൻ ഏതോടത്തിൽ ജീവിച്ചാൽ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചെന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് പറഞ്ഞാണ് അവനെ ഇറക്കി വിട്ടിട്ട് ഏതൻ പർദീസയുടെ വാതിൽ അടച്ചു കളഞ്ഞു. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ ഒക്കത്തില്ല. ഇനി ഉൽപ്പത്തി 7:16 നോഗയുടെ പെട്ടകത്തിന്റെ വാതിൽ യഹോവ അടച്ചു. കേട്ടോ, ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ ഒക്കത്തില്ല. അതുവരെ താഴെ നിന്നവരെല്ലാം നോഗയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും ഒരേ പ്രസംഗം, നോഗയുടെ പ്രസംഗം. നിങ്ങൾ നാളെ ചോദിക്കും, നമ്മൾ ഒരേ പ്രസംഗം ഞായറാഴ്ച അതേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ ആ സഭയിൽ പിന്നെ ഇരുത്തുവോ പാസ്റ്റർമാര്? ഒരിക്കൽ 3 പേർ ഒന്നിച്ച് തമ്മിൽ കണ്ടേ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, 3 പാസ്റ്റർമാര് ഒന്നിച്ച് ഒന്ന് പറഞ്ഞു, അപ്പൊ എങ്ങനെയാ ഈ എല്ലാ ഞായറാഴ്ച ഈ പ്രസംഗം ഉണ്ടാക്കുന്നത്? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ വാചകം, ഞാന് വാക്യം മാറി വായിക്കും, പക്ഷെ കഴിഞ്ഞ ആഴ്ച പറയുന്നതന്നെയാ പറയുന്നത്. ഇവരാരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ലാത്തതുകൊണ്ട് വാക്യം മാറി വായിക്കുമ്പോൾ അവരിങ്ങനെ സ്വോത്രമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ട്. അപ്പം മറ്റേ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? അതേ ഞാൻ ആഡം ക്ലാർക്കിന്റെയും അതേ മാത്യു ഹെൻറിയുടെയും ഡേക്സിന്റെയും കമന്ററി എല്ലാം ഉണ്ടാക്കി ദൂതുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ എല്ലായിടത്തിലും പറയും ഇവർ കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ഇവർ 3 പേരും 3 അഭിപ്രായം പറഞ്ഞു. എന്നാൽ നോഗയ്ക്ക് ഒറ്റ ദൂതേ ഉള്ളൂ, ഒറ്റ ദൂത. അത് ദൈവം കൊടുത്ത ദൂത. കേട്ടോ, അതെന്താണെന്നറിയോ? ഈ ലോകത്തെ പ്രളയം കൊണ്ട് നശിപ്പിക്കാൻ പോകുന്നു ഒറ്റ ദൂത്. എന്നും രാവിലെ എഴുന്നേറ്റ് മൂപ്പിലാൻ അതാ പറയുന്നു. ഇവര് കേട്ട് പരിഹസിച്ച് അവസാനം നോയോട് പറഞ്ഞ് പെട്ടകത്തിൽ കയറ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയ പെട്ടകമാണ്. കയറി അത് കഴിഞ്ഞ് വാതിൽ നോഗയല്ല അടച്ചത്, അദ്ദേഹമാണ് ഉണ്ടാക്കിയത് ഈ വാതിലൊക്കെ. നോഗ അടയ്ക്കാൻ പോകായിരുന്നെങ്കിൽ അങ്ങനെ അടയ്ക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ അളിയൻ വന്ന് വിളിക്കുക, അളിയാ എന്നൊരു വിളി കേൾക്കുമ്പോഴത്തേക്ക് പുള്ളി അതൊക്കെ തുറന്നു കൊടുക്കും. എന്നാൽ ഇവിടെ അളിയനൊന്നുമില്ല. യഹോവ വാതിലടച്ചു, ഇനി ആർക്കും തുറക്കാൻ തക്കണൊക്കത്തില്ല. ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഈ അളിയാവിടി വരുന്നത്. അതുവരെ അളിയനൊന്നും വലിയ കാര്യമല്ല. അപ്പൊ യഹോവ വാതിലടച്ചു. പിന്നെ താഴെ കിടന്ന് അളിയാന്ന് വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. നോയ്ക്ക് തുറക്കാൻ തക്കണൊക്കത്തില്ല. ദൈവം വാതിലടച്ചാൽ ആർക്കും തുറക്കാൻ ഒക്കത്തില്ല. ഉൽപ്പത്തി 8:2 ദൈവം ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലും അടച്ചു. ദൈവത്തിന് സ്തോത്രം. മഴ നിന്നു, ദൈവം അടച്ചു. ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലും അടച്ചു, ദൈവം അടച്ചു. അതുവരെ ഇത് പ്രളയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ ഒക്കത്തില്ല. ഇനി ദൈവം തുറന്ന വാതിൽ നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 27:66, 28:2-3. മത്തായി 27:66, 28:2-3. കർത്താവിന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. കേട്ടോ, യേശു ഇനി ഉയർത്തെഴുന്നേക്കെന്ന് പറഞ്ഞ് ഇവർ കല്ലറ അങ്ങ് അടച്ച് മുദ്രയാക്കി. ആ ചതിയം പറഞ്ഞു 3 ദിവസം കഴിയുമ്പോ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെ വിട്ട് കല്ലറ ഉറപ്പാക്കി. ഒരിക്കൽ ഒരു 8 കാലി ഇങ്ങനെ ഒരു ഗുഹയുടെ വാതിക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 8 കാലി. അപ്പോഴ് ആ ഗുഹയുടെ പുള്ളി ചുമ്മാ ഇരിക്കുകയായിരുന്നു. ഏതാണ്ട് ചിന്തിച്ചുകൊണ്ട് 8 കാലി ഇരിക്കുക. അപ്പോൾ ഒരു സിംഹം ചെന്ന് ആ ഗുഹയ്ക്കകത്തങ്ങ് കയറി കഴിഞ്ഞപ്പോഴേ ഈ 8 കാലി ചിന്തിച്ചു, ഇവനെ ഇനി ഇവിടുന്ന് ഇറക്കത്തില്ല. ആ ഗുഹയുടെ വാതിക്ക് ഈ 8 കാലി വലിയൊരു നെറ്റം ഉണ്ടാക്കി. ഇനി ഇവിടുന്ന് ഇറങ്ങുന്ന കാണത്തു. ഇതുപോലെയുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ പൈതലിനെതിരായിട്ട് ഒരുത്തൻ
കെട്ടാൻ നോക്കിയാൽ, വാതിലടയ്ക്കാൻ നോക്കിയാൽ ഇതുപോലെ ഉണ്ട്. എട്ടുകാലി ഇങ്ങനെ ഇത്രയും വലിയ മൃഗങ്ങളുടെ രാജാവായിരിക്കുന്നവനെ ഞാൻ പൂട്ടിയിട്ടിരിക്കുന്നു. ഗുഹയുടെ വാതിൽ കൊണ്ട് വലിയ നെറ്റ് ഉണ്ടാക്കി വെച്ചു. ദൈവത്തിന് വേദനയെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടത ഇതുപോലെയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ പൈതൽ അവിടെയും അതേ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അവിടെ ഒരു വിടുതലുണ്ടെന്നുള്ള പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കർത്താവിന്റെ കല്ലറ അടച്ചു. നിന്റെ കല്ലറ അടയ്ക്കാൻ തക്കൊണ്ട് ആര് നോക്കിയാലും ദൈവത്തിന് സമയമാകുമ്പോൾ അത് ദൈവം തുറക്കും. അവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നതുമാണ്. ഇനി അപ്പോസ്തലപ്രവൃത്തി 12:7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ 3 വാതിൽ, 1-ാം വാതിൽ, 2-ാം വാതിൽ, ഇരുമ്പ് വാതിൽ, ഇവനെ അകത്തെ ജയിലിലാക്കിയിരിക്കുകയാണ്, ഉള്ളറയിലാക്കിയിരിക്കുക. ഇറങ്ങിപ്പോകുന്നൊന്ന് കാണുന്നു. കാവൽ നിർത്തിയിരിക്കുക. 16 പടയാളികൾ ചുറ്റും അടഞ്ഞിരിക്കുകയാണ്. ആ അടഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. അതൊരു വാഗ്ദത്തമായിരുന്നു കേട്ടോ. നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ പത്രോസ് കൊണ്ട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നീ വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളൂ. നീ യൗവനക്കാരനാകുമ്പോൾ ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ വയസ്സനായ ശേഷം മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പൊ അവന് ആ പ്രവചനം കേട്ടപ്പോ അവനെ കുറിച്ചിട്ട് കേട്ടോ. ചിലത് ഈ പ്രവചനം വലിയ വിശ്വാസം, ദൈവം അറിയിച്ചു എന്ന പ്രവചനം അത് അതുപോലെ നിറവേറും. ഒരിക്കൽ ഒരു അമ്മാമ ഒരു ദർശനം കണ്ടു. ഇന്ത്യ എന്നൊരു ബോൾ എന്ന് സിലോണി വന്നു. അമ്മാമ്മയുടെ ദർശനം. അപ്പം അമ്മാമ്മ ആ സഭയിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അമ്മാമ്മയാണ്. അപ്പൊ അമ്മാമ്മ രാത്രി കിടന്നപ്പോ ഒരു സ്വപ്നം, ഇന്ത്യ എന്നൊരു ബോൾ എന്ന് സിലോണി. അപ്പൊ പാസ്റ്റർ എനിക്ക് ചെന്ന്, ഈ പാസ്റ്റർ നല്ല പരിജ്ഞാനം, ഏത് വ്യക്തിയെയും പരിപാലിച്ചു കൊണ്ടുപോകാൻ എടുക്കണോ, മതക്കാളികളെയും നല്ല വിശ്വാസികളെ എല്ലാം ഒതുക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ തക്കണം കഴിവുള്ള ഒരു ദൈവത്തിന്റെ ആസനം. മതക്കാളിയാണെങ്കിൽ അമ്മാമ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുക. അമ്മാമ എന്ന് പറഞ്ഞ ഭാഷ ഞാനൊരു ദർശനം കണ്ടു. അതിന്റെ വ്യാഖ്യാനം പറയാം. ഇന്ത്യ എന്നൊരു ബോൾ എന്ന്, എന്താ അമ്മാമ സ്വപ്നം? ഇന്ത്യ എന്നൊരു ബോൾ എന്ന് സിലോണി. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, അതേ അമ്മാമ കണ്ട ദർശനം ശരിയാന്ന് പറഞ്ഞു. അമ്മാമയ്ക്ക് വലിയ സന്തോഷം. അത് ഇന്ത്യൻ പെന്തക്കോസിൽ ഒരാൾ സിലോൺ പെന്തക്കോസിൽ പോയതാന്ന് പറഞ്ഞു. ആ ഇടയ്ക്ക് ഇന്ത്യ പെന്തക്കോസിൽ ഒരാൾ സിലോൺ പെന്തക്കോസിൽ പോയത്. അപ്പൊ ഇന്ത്യൻ പെന്തക്കോസിൽ ഒരാള് സിലോൺ പെന്തക്കോസിൽ പോയതാണ് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു. അമ്മാമയ്ക്ക് വലിയ സന്തോഷമായി. പാസ്റ്ററോട് ഭയങ്കര സ്നേഹം. പിന്നെ ദശാംശം എല്ലാം കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഈ പത്രോസിനോട് പറഞ്ഞു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ ഇഷ്ടമുള്ളിടത്ത് നടന്നു, നീ വയസ്സനായ ശേഷം മറ്റൊരുത്തിന്റെ കര കിട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടു. ഇങ്ങനെ അവന്റെ മരണദിനം സൂചിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹേരോദാവ് പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുക. യാക്കോബിനെ വാളുകൊണ്ട് വന്ന പോലെ കൊല്ലാൻ. യാക്കോബിനെ വാളുകൊണ്ട് വന്നപ്പോ സ്വർഗ്ഗം ഇടപെട്ടില്ല. ഈ പത്രോസ് ജയിലിൽ കിടന്നപ്പം ഈ പ്രവചനം കൊടുത്തു, ഈ ദൂത് കൊടുത്തു. കാരണം ദൂതി വിശ്വസിക്കുന്ന ആൾ അത് ചാരിയ നിൽക്കുന്നത്, വയസ്സനായിരിക്കുക, ആ വയസ്സനാകാൻ പോവുക. അപ്പം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഒരു കാര്യം ഓർത്തണം കേട്ടോ. എനിക്ക് ഈ റോയ് വാഗത്താനത്തിന്റെ ഒരു അമ്മായിപ്പൻ, റോയ് വാഗത്താന്റെ അമ്മായിപ്പൻ അല്ലെങ്കിൽ തമ്പിമാത്തിന്റെ ഫാദറെ, പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല, നമ്മൾ പ്രാർത്ഥിക്കും കർത്താവ് എന്നൊക്കെ പറഞ്ഞല്ലേ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പാസ്റ്റർ തമ്പിമാത്തൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് വർത്താനം പറയുന്നതുകൊണ്ട്, ദൈവമേ ഞാന് ഒരു 10 കൂട്ടം കാര്യം ചോദിച്ചു, അതിൽ 2 കൂട്ടം കാര്യേ നീ തന്നോളൂ കേട്ടോ, ഇനി 8 കൂട്ടം കാര്യം ഉണ്ടെന്ന് ഓർത്തോണം. ഈ വർത്താനം പറയുന്ന പോലെ മുറി ദൈവം നിന്ന് വർത്താനം പറയുന്ന പോലാണ് അദ്ദേഹത്തെ. എനിക്ക് ആ പ്രാർത്ഥന എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. കേൾക്കുന്നവർക്ക് ചിരി വരും, പക്ഷെ എനിക്ക് ചിരി വന്നില്ല. അതുപോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ പിള്ളേരുടെ കാര്യം നിന്നോട് പറഞ്ഞു, പക്ഷെ ഇതുവരെ നീ ഒന്നും ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ ദൈവത്തോട് ചോക്ക് ചെയ്യാം. അങ്ങനെ ചോക്ക് ചെയ്ത് മറുപടി വാങ്ങിക്കുന്ന ഒരാളായിരുന്നു ആ തമ്പി മാത്യുവിന്റെ പിതാവ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്ന് പറഞ്ഞ പോലെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നോണ്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ കർത്താവേ ഒരു കാര്യം ഓർത്തോണം, ഞാൻ നമ്മളാ മർക്കോസിന്റെ മാളി ആയിരുന്നപ്പോഴേ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, നീ യൗവനക്കാരനായിരിക്കും ഇഷ്ടമുള്ള നടക്കും, എന്നാൽ വയസ്സനായ ശേഷമേ നീ മരിക്കത്തുള്ളൂ. ഇങ്ങനെ എന്റെ മരണത്തെ സൂചിപ്പിച്ച് ഓർക്കുന്നുണ്ടല്ലോ. ഞാനിപ്പം വയസ്സനായിട്ടില്ല, നാളെ ഹേരോദാവ് എന്നെ കൊല്ലാൻ പോവുകയാണ്, യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്ന പോലെ കൊല്ലാൻ പോവുകയാണ്. അത് എന്നോട് പറഞ്ഞ ദൂത് ഓർത്തോണെന്ന് പറഞ്ഞു. സ്വർഗം ഞെട്ടിപ്പോയി ദൈവമക്കളെ.
നമ്മൾ യശയാപ്രവൃത്തി വായിക്കുന്നില്ലേ, ദൈവത്തെ ഓർപ്പിക്കാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ പത്രോസ് ഓർപ്പിച്ചു. സ്വർഗത്തിൽ പെട്ടെന്ന് കാവൽസിന് കൂടി പെട്ടെന്ന് ദൂതനെ അയച്ചു. അർദ്ധരാത്രി ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പത്രോസ് എഴുന്നേക്കാൻ പറഞ്ഞു. തോട്ടം തൊട്ടി എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റു. ഉടനെ കയ്യിലെ ആ ബന്ധനവും കാലിന്റെ ബന്ധനവും എല്ലാം അഴിഞ്ഞങ്ങ് മാറി. അഴിഞ്ഞു മാറി കഴിഞ്ഞപ്പം എന്റെ പുറകെ വരാൻ പറഞ്ഞു. മുമ്പിൽ 3 വാതിലാ. നിന്റെ മുമ്പിൽ അടച്ചിരിക്കുന്ന വാതിൽ തുറന്നു തരുവാൻ കർത്താവ് ശക്തനാ. നീ ദൂതന്റെ പുറകെ പോയാൽ മതി. 1-ാം വാതിൽ, 2-ാം വാതിൽ, ഇരുമ്പ് വാതിൽ. ഈ നാട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗ് മാസ്റ്റർ അമേരിക്കയിലെ ന്യൂയോർക്ക് വന്നു. അപ്പൊ അദ്ദേഹം ഒരു ഓഫീസിലോട്ട് വരാണ്ട് വിശ്വാസി വിളിച്ചു. അപ്പൊ അദ്ദേഹം വേറെ ആൾ കൊണ്ട് വാതിൽ ഇറക്കി വിട്ടു. ചെന്നപ്പം വാതിൽ ഇങ്ങനെ അടഞ്ഞ് കിടക്കുക. എങ്ങനെ തുറക്കും? അദ്ദേഹം ആകെ വിഷമിച്ചു. പുള്ളി അതിന്റെ വാതിൽ പുള്ളി അദ്ദേഹം സാക്ഷി പറയാം, ഞാൻ 2 ചവിട്ടി കയറ്റി വാതിൽ തുറന്നു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഡോറാണേ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് ദൈവം അടഞ്ഞിരുന്ന വാതിൽ തുറന്നു പറഞ്ഞ് വലിയൊരു സാക്ഷ്യം പറഞ്ഞപ്പോ എല്ലാവരും ഒക്കെ ചിരിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, ഒരുവൻ നിന്റെ വാതിൽ അടയ്ക്കാൻ നോക്കിയാൽ, അത് അടച്ചാൽ അത് തുറക്കാൻ തക്കണം ദൈവം ശക്തനാണ്. പത്രോസിനെ അതേ വാതിൽ തുറന്നു കൊടുത്തു. നമ്മൾ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യെരിഹോവിന്റെ വാതിൽ ദൈവം തന്റെ ജനത്തിനായി തുറന്നു എന്ന് വായിക്കുന്നു കേട്ടോ. ആ വാക്യം വായിക്കാൻ സമയമില്ല. യെരിഹോവിന്റെ വാതിൽ എല്ലാം അടച്ചിട്ടിരിക്കുക, ഉറപ്പാക്കിയിരിക്കുക. എന്താ ചെയ്യുന്നറിയാമോ? ഇവർ ഒറ്റക്കൂട്ടം കാര്യം ചെയ്തോളൂ. 7 ദിവസം മിണ്ടാൻ നടക്കാൻ പറഞ്ഞു. മിണ്ടാൻ നടന്നു. 7-ാം ദിവസം 6 ദിവസം മിണ്ടാൻ നടന്നു. 7-ാം ദിവസം അതിരാവിലെ ഇവർ എഴുന്നേറ്റിട്ട് 6 പ്രാവശ്യം യെരിഹോവിന്റെ മതിലിനെ ചുറ്റി നടന്നു. ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും അതിന്റെ ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പൈതൽ, നീ പറയുന്ന പോലെ കേട്ടാൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കും. നിന്റെ മുമ്പിൽ കാണുന്ന യെരിഹോവിന്റെ മതിൽ എത്ര ഉറപ്പുള്ള മതിലാണെങ്കിലും നിന്നെ കൊണ്ടത് ഇടിക്കുവാൻ തക്കണം അസാധ്യമാണ്. അത് ഉറപ്പായി പടുതാണ്. എന്നാൽ ദൈവം നിന്നോട് പറയുന്ന പോലെ നീ ചെയ്താൽ മതി. വിശുദ്ധിയോടെ നിന്നാൽ മതി. ദൈവകൃപയോടെ നിന്നാൽ മതി. 7-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, ജനമാർപ്പെടുവീൻ, പുരോഹിതന്മാർ കാകളമൂതി. യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. എന്തൊരു വലിയ അത്ഭുതമാണ് ദൈവത്തിന്റെ സ്തോത്രം. യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു. അവിടെ വായിക്കുന്നത് അവര് അതിന്റെ അകത്തേക്ക് പ്രവേശിച്ചു. അതിന്റെ വാതിലുകൾ തുറന്നെന്നാണ് 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു മത്തായി 7:7, മുട്ടുവീൻ തുറക്കും, യാചിപ്പീൻ കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കാലഘട്ടം 1750 മുതൽ 1906 വരെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാലത്താണ് ജോൺ വെസ്ലി, വില്യം കേറി, വിറ്റ്ഫീൽഡ് എന്നീ ദൈവദാസന്മാർ വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി. വില്യം കേറി ഇന്ത്യയിൽ കടന്നു വന്ന് കൽക്കട്ടയിൽ താമസിച്ച് പ്രവർത്തിച്ചെല്ലാം ഈ കാലയളവിലാണ്. ഈ 3 ദൈവദാസന്മാർ, ജോൺ വെസ്ലി, വില്യം കേറി, വിറ്റ്ഫീൽഡ്, അവരെ കുറിച്ച് പറയാൻ തക്കൊണ്ട് സമയമില്ലാത്ത സമയമായി. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, അതേ അന്ധകാരം നിറഞ്ഞതായ ഓരോ രാജ്യങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിച്ചു. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. എല്ലാം ഈ കാലഘട്ടങ്ങളിലായിരുന്നു. അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചു. അവിടുത്തെ അനേകരെ, സംസ്കാരമില്ലാത്ത ജനത്തെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു. വാതിലുകൾ തുറന്നു കൊടുത്ത്, അനേക വാതിലുകൾ തുറന്ന് സുവിശേഷത്തിന്റെ പ്രചരണം നടത്തുവാൻ തക്കണം ഇടയായി തീർന്നു. നമ്മുടെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ഇതിന്റെ മുഖവര ഫിലദെൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദൈവത്തിന് ലാസർ ഉയർത്തെഴുന്നേൽക്കത്തിൽ എന്ന് പറഞ്ഞ് വലിയ കല്ല് വരെ കൊണ്ട് ഉയർത്തി വെച്ചത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായവും 12-ാം അധ്യായവും വായിക്കണം. 11-ാം അധ്യായം നാറ്റത്തിന്റെ അധ്യായം, മരണത്തിന്റെ അധ്യായം, പിറുപിറുപ്പിന്റെ അധ്യായം, കരച്ചിലിന്റെ അധ്യായമാണ് 11-ാം അധ്യായം. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ അധ്യായങ്ങൾ, ഇന്ന് രാത്രി കാലം ഈ നിൽക്കുന്ന ഈ ചാപ്റ്റർ, ഈ അധ്യായം ദുഃഖത്തിന്റെ അധ്യായമാണെങ്കിൽ, കരച്ചിലിന്റെ അധ്യായമാണെങ്കിൽ, പിറുപിറുപ്പിന്റെ അധ്യായമാണെങ്കിൽ, അയ്യോ എന്നുള്ള ശബ്ദത്തിന്റെ അധ്യായമാണെങ്കിൽ, നാട്ടം വെച്ച അധ്യായമാണെങ്കിൽ, ഒരു പുതിയ അധ്യായം തുറക്കാൻ തക്കൊണ്ട് ദൈവം ശക്തനാണ്. 12-ാം അധ്യായം വായിച്ചു നോക്ക്.
യേശു ലാസർ ഉയർത്തെഴുന്നേറ്റു. 11-ാം അധ്യായം, നാറ്റത്തിന്റെ അധ്യായം. അവിടെ മറിയ വെളിയേറിയ സ്വച്ഛ ജടാമാംസി കൊണ്ട് യേശുവിനെ പൂശി. കഴിഞ്ഞ അധ്യായം നാറ്റത്തിന്റെ അധ്യായം, 12-ാം അധ്യായം സൗരഭ്യത്തിന്റെ അധ്യായം. ലാസർ ഒറ്റ ദിവസം പോലും അവിടെ യോഗം നടത്തുമ്പോൾ ലാസറുടെ പന്തിക്ക് ഇരുന്നിട്ടില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ലാസർ യേശുവിനോട് പന്തിയിലിരിക്കുന്നു. 12-ാം അധ്യായം, നിനക്കൊരു പുതിയ അധ്യായം തുറന്നു വന്ന് നിന്നെ സഹായിപ്പാൻ, നിന്റെ ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് വരത്തില്ലെന്ന് പറഞ്ഞ്, നിന്റെ പ്രമോഷനെ തടഞ്ഞ്, നിന്റെ ഭൗതിക നിലപാടിനെ തടഞ്ഞ്, നിന്നെ തകർക്കാൻ നോക്കി വലിയ കല്ലുരുത്തി വെച്ചിരിക്കുന്ന ഒരധ്യായത്തിലാണ് ഇന്ന് നീ ആയിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, യേശു ആരും നിനക്കെതിരായി കല്ലുരുത്തി വെച്ചോ, ആ കല്ല് അവരെ കൊണ്ട് തന്നെ മാറ്റാൻ നമ്മുടെ ദൈവശക്തനാണ്. കല്ലുരുത്തി മാറ്റുവീൻ എന്ന് പറഞ്ഞു, അവരെ കൊണ്ട് തന്നെ മാറ്റി. യേശുവിന് വേണമെങ്കിൽ അതും ഒറ്റ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകും. വലിയ കല്ലാണ്. ആരാണ് നിനക്കെതിരായി കല്ലുരുത്തി വെച്ചിരിക്കുന്നത്, ആ കല്ലും മാറ്റി നിനക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം തുറന്ന്, ഒരു 12-ാം അധ്യായം തുറന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ ആ വാക്യം വായിച്ചുകൂടെ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളതുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 2-ാം അധ്യായത്തിൽ അവരുടെ പ്രശംസയാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുന്നിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. എനിക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. അത് പ്രശംസയാണ്. ദൈവവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ കുരിച്ചൻ ഏറ്റെടുക്കും. കാനഡയിൽ ലിസിയാണ് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഫിലദൽഫിയ സഭയുടെ ദൂതിന്റെ മുഖവൻ, ദൂത് നൽകുന്ന കർത്താവിനെ കുറിച്ച് വളരെ വിശദമായി ഇന്ന് രാത്രി നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞല്ലോ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായിരിക്കുന്ന, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന അത്യുന്നതനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ അനുസ്പാസിനോടുള്ള പ്രത്യേക നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ കാനഡയിൽ നിന്ന് കർത്താവിന്റെ ദാസി പ്രിയ ലിസി ആന്റി ഇപ്പോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം പ്രിയ അബുദാബിയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദേവദാസൻ ലീവായിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ സക്കറിയ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്ക് ഈ പാട്ട് കേൾക്കാം. ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്തൃദാസൻ കുര്യച്ചൻ ഭാഷം, ആമേൻ, വചനം ഘോഷിച്ച കർത്തൃദാസൻ ആൻഡ്രൂസ് ഭാഷങ്ങളിലും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും വേഗം വരുന്ന എന്റെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്കായി സുപുത്രനെ തന്നവൻ തൻകുടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സുഖം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻകുടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സുഖം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ ഹല്ലേലൂയ, എൻ ഹൃത്തിൽ ഉയരട്ടെ ക്രൂശിൻ സ്നേഹം മാത്രമെൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ, സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ ഹല്ലേലൂയ, എൻ ഹൃത്തിൽ ഉയരട്ടെ ക്രൂശിൻ സ്നേഹം മാത്രമെൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. എന്വർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റ
ഒറ്റപ്പെട്ട കുഞ്ഞാടും താണവരെ ഉയർത്താതിരിക്കുമോ? എൻപേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടും താണവരെ ഉയർത്താതിരിക്കുമോ? ഹാലലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹാലലൂയ, എൻ ഹൃത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹാലലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹാലലൂയ, എൻ ഹൃത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. വ്യസനപുത്രനായിരുന്ന ഒരു യബ്ബസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഈസഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോൻ, എനിക്കായി കരുതാതിരിക്കുമോ? വ്യസനപുത്രനായിരുന്ന ഒരു യബ്ബസിന്റെ അതിരുകൾ വിശാലമാക്കിയോൻ, ഈസഹാക്കിനായി ആട്ടുകൊറ്റനെ കരുതിയോൻ, എനിക്കായി കരുതാതിരിക്കുമോ? ഹാലലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹാലലൂയ, എൻ ഹൃത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. ഹാലലൂയ, സ്വർഗത്തിൽ മുഴങ്ങട്ടെ. ഹാലലൂയ, എൻ ഹൃത്തിൽ ഉയരട്ടെ. ക്രൂശിൻ സ്നേഹം മാത്രമെൻ്റെ ഉള്ളത്തിൽ കീർത്തനമായി എന്നും നിലനിൽക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കാനിടയായല്ലോ. പ്രിയ ആലിസി ആന്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്രകാരം ഈ പ്ലാറ്റ്ഫോമിനെ ദൈവജനം കൊണ്ടും അനുഗ്രഹീതമായ ആ സംഗീതങ്ങൾ കൊണ്ടും ഒക്കെ സമ്പുഷ്ടമാക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ആൻഡ്രൂസ് പാസ്റ്ററെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസൻ പ്രിയ ജോസഫ് ബ്രദർ അബുദാബിയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ ലീവായിട്ടില്ല. ദേവദാസൻ പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചതിന് ശേഷം സക്കറിയ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കും. കേട്ട സന്ദേശത്തോട് ചേർന്ന് ആണ് ആ പാട്ടിന്റെ സന്ദേശം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നത്. എനിക്കായി സ്വപുത്രനെ തന്നവൻ. ഇന്ന് ഈ സൂമിലെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി സ്വപുത്രനെ തന്ന കർത്താവ് നമുക്ക് വേണ്ടി കരുതാതിരിക്കുമോ? നമുക്ക് വേണ്ടി യാഗമൃഗമായവൻ നമ്മുടെ കണ്ണുനീര് കാണാതിരിക്കുമോ? വ്യസനപുത്രനായ യബ്ബേസിന്റെ അതിര് വിശാലമാക്കിയവൻ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താതിരിക്കുമോ? ആത്മീയമായി ഭൗതികമായ തലത്തിലെല്ലാം കരുതുന്നവൻ ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവദാസൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നത്തെ ദിവസം കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇത്രയും ശ്രേഷ്ഠമായ വചനം കർത്താവ് ഞങ്ങൾക്ക് നൽകിയല്ലോ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് ഇടപെട്ടല്ലോ. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ പലപ്പോഴും ലോകത്തിലെ നോക്കുമ്പോൾ കർത്താവെ, ലോകത്തിലൊരു 80% കർത്താവെ ക്രിസ്ത്യാനികൾ കർത്താവെ ബെത്ലഹേമിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ മാത്രം അറിയുന്നവരായിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആ കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തുവിനെ അറിയുന്നവരായി മാത്രം
മരിക്കുന്നു. കർത്താവെ, ഞാൻ അൽഫയും ഒമേഗയുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നവർ കർത്താവെ അല്പം മാത്രമേ ഈ ലോകത്തിലുള്ളൂ. കർത്താവെ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ വെളിപ്പാടിനെ കുറിച്ച് കർത്താവ് ഈ ദിവസങ്ങളിൽ വചനം ഘോഷിപ്പാൻ എൻ്റെ മകനെ ശക്തിപ്പെടുത്തിയനായി സ്തോത്രം കർത്താവെ. ഇത് ലോകമെമ്പാടും എത്തട്ടെ കർത്താവെ. അനേകർ കർത്താവെ ഈ സത്യം അറിയാതെ ഇരിക്കുന്നു കർത്താവെ. എന്ത് സംഭവിക്കാൻ പോകുന്നു, ഈ വരുവാനുള്ളത് എന്തെല്ലാമാണ് കർത്താവെ. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കർത്താവെ അറിവ് ഈ ദിവസങ്ങൾ അനേകർക്ക് കർത്താവെ അറിയാതിരിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നിന്റെ മകൻ കൂടി കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമാണല്ലോ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളിൽ പ്രകാശം നൽകണമേ കർത്താവെ. ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് കർത്താവെ ഹല്ലേലൂയ കർത്താവെ, ഈ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കമാണ് കർത്താവെ നീ വിളിച്ചിരിക്കുന്നത് കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവെ അതിനായി വിളിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് നൽകിയ പ്രകാശം കർത്താവെ അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ പ്രകാശം ഞങ്ങൾ പകർന്നതിനായി സ്തോത്രം. ലോകമെമ്പാടും പോയി എന്റെ സാക്ഷികളായി തീരുവാൻ കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുമ്പോൾ കർത്താവെ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ അത് ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തമാണെന്ന് ഏറ്റെടുത്തുകൊണ്ട് അനേകർ കർത്താവെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ അവരെ കർത്താവെ ഹല്ലേലൂയ നരകത്തെ ശൂന്യമാക്കുവാൻ കർത്താവ് ഈ ദിവസങ്ങൾ സ്വർഗത്തിൽ കർത്താവെ അനേകരെ നിറയ്ക്കുവാൻ ഉള്ളൊരു വലിയൊരു ദൗത്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നത് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവെ നിന്റെ കർത്താവ് മനോഹരമായ കർത്താവെ ആ പാട്ട് ഞങ്ങൾ കേൾപ്പാൻ കർത്താവ് ഇടയായി തീർന്നു. അതിന്റെ അർത്ഥം ഞങ്ങൾ കേൾപ്പിച്ചു കർത്താവെ. സ്തോത്രം കർത്താവെ. നീ ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു കർത്താവെ. ഞങ്ങൾ പാപികളായി ജീവിക്കേണ്ടവരായിരുന്നു കർത്താവെ. എങ്കിൽ ഏകന്റെ അനുസരണത്തിനാൽ അനേകർ നീതിമാന്മാരായി തീർന്നു കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതിനാൽ കർത്താവേ സ്തോത്രം അപ്പാ. ഇന്ന് ഈ വചനം കേൾപ്പാൻ അതിൽ സന്തോഷിപ്പാൻ ആ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങൾക്ക് തീരുമാനമെടുപ്പാൻ ഇടയാക്കിയതിനായി സ്തോത്രം കർത്താവെ. ഇന്നത്തെ ദിവസം മുറ്റുമായി സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു കർത്താവിന്റെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ഭാഷക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. മറ്റും കർത്താവെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഏതോ ഒരു എഫെസോസിൽ എഴുതിയ 7 സഭകൾക്ക് മാത്രമല്ല ഈ ദൂത് കർത്താവെ. അത് അന്ന് അത് എഴുതിയെങ്കിലും കർത്താവെ ഇന്നും അത് കർത്താവ് പ്രാവർത്തികമായിരിക്കുന്നു കർത്താവ്. ഇന്നും അതിന്റെ കുറവുകൾ കർത്താവെ ഹല്ലേലൂയ 2 സഭയോട് മാത്രം അതിന്റെ കുറവുകൾ പറഞ്ഞില്ലെങ്കിലും മറ്റേ കർത്താവെ ബാക്കി എല്ലാ സഭകളോടും കർത്താവെ ഹല്ലേലൂയ അതിന്റെ കുറവുകൾ പറഞ്ഞു കർത്താവെ. അത് ഇന്നും ഈ സഭകളിൽ നടക്കുന്നു കർത്താവ്. ഇന്നും ഞങ്ങളുടെ സഭകളിലുണ്ട് കർത്താവ്. ഇത് കണ്ടു ഉണർന്ന് ഈ ദിവസങ്ങളിൽ എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയങ്ങളും കർത്താവ് ഇന്ന് ഇവിടെ ഈ സൂം മീറ്റിൽ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും ഏതെല്ലാം വിഷയങ്ങളോ ഏതെല്ലാം ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ ഭാരങ്ങളോ ഏതെല്ലാം രോഗങ്ങളോ എന്ത് വിഷയമായിക്കൊള്ളു കർത്താവെ ഇന്ന് ഈ കേട്ട വചനത്തിൽ കർത്താവ് എന്ന് ഹല്ലേലൂയ വചനപ്രകാരം എന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകിയതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ആൻഡ്രൂസ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ ഇത്രയും വാർത്തയിൽ നിന്റെ മകനെ കൂടുതൽ കർത്താവെ നിന്റെ മകനെ നിർത്തുന്നതിനായി സ്തോത്രം. നിന്റെ മകനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി പകല്ലാതെ നിന്റെ മകൻ അധ്വാനിച്ച് കർത്താവെ പല പ്ലാറ്റ്ഫോമിൽ നിന്റെ മകനെ ഈ ദിവസങ്ങളിൽ വചനം ഘോഷിക്കുന്നല്ലോ. അതെല്ലാം അനേകർക്ക് ഒരു ആശ്വാസമാകുന്നല്ലോ. അനുഗ്രഹിക്കണമേ നിന്റെ മകനെ കർത്താവിന്റെ ക്രൂശിന്റെ മറവിൽ കർത്താവ് നിർത്തണമെന്നല്ല ആരോഗ്യം ബലവും കർത്താവെ സൗഖ്യം നൽകി നിന്റെ മകനെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ തീച്ചുള്ളിന്ന് വലിച്ചെടുപ്പാൻ നിന്റെ മകനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചതിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇന്നൊരു വിടുതൽ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. സ്വപുത്രനെ നൽകി ഞങ്ങൾ വീണ്ടെടുത്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ താഴ്ച സമർപ്പിക്കുന്നു. കൃപയിൽ പൊതിയണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മീതെയും ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയത്തെ നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സാക്ഷീകരിക്കുന്ന ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. ആമേൻ. ആമേൻ. കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരോട് ദൈവമക്കളോട് അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ സഹായിച്ച ഗാനങ്ങൾ പാടിയ പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാസ്റ്ററോട് ഒരിക്കൽ കൂടെ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുന്നു. തരുന്ന നല്ല കൂട്ടായ്മ കർത്താവത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. ദേവദാസനുമായിട്ട് സംസാരിക്കാനും നമ്മുടെ സന്തോഷം പങ്കുവെക്കാനും ഒക്കെ അവസരം എടുക്കാം.
ഇന്ന് നമ്മോട് ആദ്യമായിട്ട് കൂട്ടായ്മയിൽ നിന്ന് പങ്കെടുത്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു ദേവദാസനോട് ഒത്തിരി സന്തോഷം, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കാൻ ഇടയായല്ലോ. ജോസഫ് ബ്രദറെ, ഒത്തിരി സന്തോഷം ഞങ്ങളോട് ഒന്നിച്ച് ഇങ്ങനെ സമയം ചിലവഴിക്കുന്നതിൽ. പക്ഷേ ഞാൻ സൗദിയിലായിരുന്നു, ഇന്നലെ വന്നത് സൗദിയിൽ നിന്ന്. അതുകൊണ്ടായിരുന്നു എനിക്ക് പല മീറ്റിംഗും പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ സൗദിയിലായിരുന്നു. ഒത്തിരി യാത്ര ചെയ്തുകൊണ്ട് 9 മണിക്കൂർ ബൈ റോഡാ പോയത്. അതുകൊണ്ട് 9 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി. പിന്നെ അവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ചില ശുശ്രൂഷകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് 9 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഒത്തിരി ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഇന്നാ ജോയിൻ ചെയ്യാൻ പറ്റിയത് മീറ്റിങ്ങിന്. നല്ല അനുഗ്രഹമായിരുന്നു. സൗദി ദൈവം വഴി തുറക്കുന്നു. സൗദിയിൽ നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദിക്ക് വേണ്ടിയിട്ട്. സൗദിയിൽ എനിക്ക് തോന്നുന്ന മർത്തോമ സഭയ്ക്ക് ഒരു അനുവാദം ലഭിച്ചിട്ടുണ്ട്. മറ്റ് സഭകളെല്ലാം പ്രാർത്ഥിക്കുന്നു. എങ്കിലും ദൈവം ഒരു അത്ഭുത പ്രവൃത്തിയോടെ ചെയ്യും. ദൈവം അത് പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കുക, സൗദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. സുഖാരിക്കുന്നല്ലോ? സോറി. സാധാരണ മീറ്റിംഗ് ഒക്കെ സൗദിയിലെ വെളുപ്പിനെ അല്ലയോ? വെളുപ്പിനാ വർഷം 3 മണി. വെളുപ്പിനാ വരുന്നത്. 7 മണിക്ക്. ഞാൻ അവിടെ ഗേറ്റിൽ ഒരു സ്ഥലത്ത് ഒരു ചർച്ചയിൽ പോയപ്പോൾ ഗേറ്റിന്റെ പുറത്ത് നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഫാമിലി അവിടെ ഇറക്കി വിടാന്ന് വിചാരിച്ചു. ഇറക്കി വിട്ടിട്ട് ഞാൻ വണ്ടി ആ സൈഡിൽ പാർക്ക് ചെയ്യാം, കാരണം എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരണല്ലോ, ഡ്രൈവ് ചെയ്ത് വരണം. അപ്പോൾ അവര് ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് തുറന്നിട്ട് ഇങ്ങനെ ഒരു പുള്ളിക്കാരെ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഇറങ്ങി പറഞ്ഞപ്പോൾ സ്ത്രീകളെ പുറത്ത് ഇറക്കി വിടല്ലേ. ഗേറ്റ് തുറന്നു. ഞാൻ വണ്ടി ഉള്ളിലേക്ക് കയറ്റിയപ്പോൾ അവസാനം അവരെ ഇറക്കി വിട്ട ശേഷം എന്നോട് റിവേഴ്സ് എടുത്തിട്ട് പുറത്ത് പാർക്ക് ചെയ്തോളം പറഞ്ഞു. ഉള്ളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു ഫാം ഹൗസ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് എത്രയോ ദൂരം യാത്ര ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു ചെറിയ മീറ്റിംഗ്, എല്ലാം അടച്ച്, ഒരു ശബ്ദം പോലും പുറത്തു പോകാതെ. നമ്മളെത്രയോ ഭാഗ്യവാന്മാരാ പാസ്റ്ററെ, സത്യം പറഞ്ഞ. പ്രത്യേകിച്ച് അമേരിക്കക്കാർ ഭയങ്കര ഭാഗ്യമുള്ളവരാ. ബൈബിൾ എടുത്ത് നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ മിഡിൽ ഈസ്റ്റിൽ അങ്ങനെ ഇല്ലെങ്കിലും സൗദി ഒന്നും ആയിട്ടില്ല. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനത് കണ്ടപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ കരഞ്ഞു പോയി. ഞാൻ 1987 റിയാദ്, ദമാം, അൽഗാസ, ആൽക്കോബാർ ഇവിടെ എല്ലാം മീറ്റിംഗ് നടത്തിയതാണ്. ഓ ശരി ശരി. അന്നൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഭാഷ? ഇതുപോലെ ആയിരുന്നു? അന്ന് ഭയങ്കര ഇതായിരുന്നു. ബൈബിളൊക്കെ പച്ചക്കറി ബാഗിൻ്റെ അകത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതെ അതെ അതെ. റിയാദിൽ എംബസിയില് 5-8 പേരെ ഞാൻ സ്ഥാനപ്പെടുത്തിയായിരുന്നു. ഓ സ്വത്രം. അൽഗാസയില് ഒരു കാട്ടിൽ കൊണ്ടുപോയി 3-4 പേരെ സ്ഥാനപ്പെടുത്തി. സ്വത്രം. അത് ഭയങ്കര അതിശയ. 24 മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ സ്വത്രം. ഭയങ്കര ശക്തമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് ആരാധിച്ചപ്പോൾ എനിക്കൊരു വലിയൊരു കൺവെൻഷനിൽ പങ്കെടുത്തൊരു പ്രതീതി ഉണ്ടായത്. കാരണം എനിക്ക് വളരെ 40 പേരേ ഉണ്ടായിരുന്നുള്ളൂ ആ മീറ്റിംഗിൽ. അവിടുത്തെ വർഷം കണ്ടപ്പോ വാതിൽ തുറന്നു. കൺവെൻഷനൊക്കെ പരസ്യമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്നുണ്ട് ചെറുതായിട്ടുണ്ട്. പക്ഷെ എങ്കിലും പെർമിഷൻ ഇല്ല ശരിക്കും. എന്നാലും വലിയ അനുവാദത്തോടെ ഒന്നല്ല. പിന്നെ എന്തായാലും സ്ത്രീകളെല്ലാം മറ്റേ ഇതിടാതെ കഴിഞ്ഞു, എന്താണ് പർദ്ദ ഇടാതെ കഴിഞ്ഞു. ആ ബ്ലാക്ക് ഇടേണ്ട ആവശ്യമില്ല. മുമ്പ് എല്ലാം കവർ ചെയ്ത് പോകണല്ലോ, മുഖം മാത്രം കാണിക്കാം. പക്ഷെ അതല്ലെങ്കിൽ അവരുടെ മുസ്ലിം എന്താ പറയാ മുല്ലാസ് ഇല്ലേ, ഈ അവരെ പുരോഹിതന്മാർക്ക് അടിക്കായിരുന്നു. എത്രയോ സ്ത്രീകൾ അടിച്ചിട്ടുണ്ട് അവരെ. പക്ഷെ ഇപ്പൊ അതില്ല. അത് അവരെടുത്ത് കളഞ്ഞവര് അത് പിൻവലിച്ചു. അങ്ങനെ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നു. ഏതായാലും പ്രാർത്ഥിക ഭാഷ. ഇത് ഭാഷയ്ക്ക് അവിടെ പോയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നത്. കാരണം 87 സ്വോത്രം അതൊക്കെ അവിടെ വളരെ ഫ്രീഡം ഒന്നും ഒരു സമയത്തും ഇല്ലാതിരുന്ന സമയത്ത് ഭാഷമാരുടെ കൂടെ ആദ്യമേ ഞാൻ സൗദി അറേബ്യ പോയത്. സ്വോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ ഭാഷ. അതെനിക്ക് ബഹറിലെ അവിടുത്തെ സൗദിയിലെ അംബാസഡർ ഒപ്പിച്ചു തന്നു. നമ്മുടെ ജോലി ചെയ്യുന്ന ഒരാൾ എന്നെ വിളിച്ചോണ്ട് പോയി വിസ ഒപ്പിച്ചു തന്നു. ഓ സ്വോത്രം. ഏതായാലും ദൈവം ഒരു വലിയൊരു പ്രവൃത്തിയായിരുന്നു. ഞാനിപ്പോൾ പോയപ്പോൾ എനിക്ക് തോന്നി, ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറേ ഫ്രീഡം ഉണ്ട്. പിന്നെ അടുത്ത താബൂക്ക് എന്നുള്ള സ്ഥലം അടുത്ത ന്യൂയോർക്ക് ആവാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടോ. അത്രയും മില്യൺസ് അവർ മുടക്കി എന്തൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഫ്രീഡം എല്ലാം വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ സ്ത്രീകൾ തന്നെ ഡ്രൈവിംഗ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഫാസ്റ്റർ. ഡ്രൈവിംഗ് മുമ്പ് സ്ത്രീകൾക്ക് കടയിൽ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അവരാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ പലരും ഷോപ്പിലെല്ലാം അവരായിരിക്കുന്നത്. അങ്ങനെ കണ്ടു. സാനിയോ സുഖായിരിക്കുന്നോ? സാനിയോ സെക്രട്ടറിയോ? സ്തോത്രം. മാമിയ സുഖായിരിക്കുന്നേ? എന്തുകൊണ്ട് പാസ്റ്റർ ഇരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അൺമ്യൂട്ട് ഇപ്പൊ ചെയ്തോളൂ.
ദൈവകൃപയാലിരിക്കുന്നു. ആ ആ ആ എന്താ മാമ ചോദിച്ചേ? മക്കളും കൊച്ചുമക്കളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നുവെന്ന്. ആ സുഖമായിരിക്കുന്നു സുഖമായിരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ അഞ്ചു ദിവസം പറഞ്ഞോ. എന്തോ പല്ലിന് അല്പം വർക്ക് ചെയ്ത്, അതുകൊണ്ട് ശരിക്ക് സംസാരിക്കാൻ. ആ ആ ആൻഡ്രൂസ് പാസ്റ്ററെ, ഒരു പാസ്റ്റർ സക്കറിയ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടായിരുന്നു. അത് മഹാരാഷ്ട്രയിൽ നിന്ന് കരുതാം. അതെ അല്ലേ? എനിക്കറിയാവുന്ന ഭാഷ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അത്രയും ലീവായി പോയി. അതെ, ഞാൻ നടത്തുന്ന മീറ്റിംഗ് എല്ലാം പുള്ളി കയറും. ആ എവിടുത്തെ പാസ്റ്റർ? മഹാരാഷ്ട്ര അല്ല, പുള്ളിയുടെ വീട് എനിക്കറിയത്തില്ല. മലയാളിയാ. മഹാരാഷ്ട്ര എന്തോ ഞങ്ങളുടെ സെയിം സ്പെല്ലിംഗ് ആണെന്ന്. നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാ. ഓക്കെ, ജോയ്ക്ക് ബ്രദറെ ഒത്തിരി സന്തോഷം. അവിടെ ഒന്നും കയറാൻ പറ്റിയല്ലോ. നമുക്ക് തുടർച്ചയായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുന്നയാളാ. ഒട്ടും ഒരു ക്ലാസ്സും നഷ്ടപ്പെടുത്താതെ. ജോയ്ക്കും ചാന്റെ നമ്പറും തരാമോ? നമ്മുടെ നാട്ടിലുള്ള നമ്പറാണ്, അതിലാണ് വാട്സപ്പ് ഉള്ളൂ. എങ്ങനെ? നാട്ടിലുള്ള നമ്പറാണ് കയ്യിൽ. അല്ല, വാട്സപ്പ് ഉള്ള നമ്പർ കുരിശൻ ഭാഷയിൽ ഉണ്ടായിരിക്കുന്നോളൂ അല്ലേ? ഞാൻ അയച്ചു തരാം. ഓക്കെ. ഒഹായോ. അമേരിക്കക്കാരും കുറച്ച് പേരുണ്ട്. ഓക്കെ. ഇവിടെ രാജു ബ്രദർ ബാംഗ്ലൂരിൽ നിന്നല്ലേ പറഞ്ഞ? രാജു ആൻഡ് മോനി. അവര് രാജുവും മോനിയും ബാംഗ്ലൂരിനാ. അവര് ഡൽഹിയില് നമ്മുടെ സഭയിലുണ്ടായിരുന്നവരാ. ഓക്കെ. പാസ്റ്റർ സാനിയോട് എന്താ ചോദിച്ചിരുന്നോ പാസ്റ്റർ? സാനിയോട് സുഖമായിരിക്കുന്നു പറഞ്ഞു. ഓക്കെ അല്ല, മ്യൂട്ടായിരുന്നു. അതെ ശരി. എന്നാ പിന്നെ ശരി എന്നാ പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. സാനി ഒന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ജോലി പോയില്ലേ? അയ്യോ, എന്താ പക്ഷേ ജോലിക്ക് പോയില്ലായിരുന്നോ? പോയി ജോലിക്ക് പോയി. ഞാൻ ഇന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ പോകുന്നതാ. ഓക്കെ ആയിക്കോട്ടെ. ഞാൻ ജോസ് പാസ്റ്ററിന്റെ അടുത്ത് പോയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആയിക്കോട്ടെ എന്നാ, ഒരു കോള് വരുന്നുണ്ട്.